രാക്കപ്പൻ സജഷൻ എന്ന് പറഞ്ഞ് കുറച്ച് വീഡിയോസിൻ്റെ സീരീസിനെ കുറിച്ച് ഞാൻ പറഞ്ഞു. അതായത് തിങ്കൾ മുതൽ ശനി വരെ ഒരു സീരീസ്, അതായത് ജോണറിലുള്ള സിനിമകളെ കുറിച്ച് പരിചയപ്പെടാം എന്ന് ഞാൻ പറഞ്ഞിരുന്നു. അതപ്പോൾ ഇന്ന് വ്യാഴാഴ്ചയായിട്ട് നമ്മൾ പറയാൻ പോകുന്നത് കോമഡി ഡേ ആണ്. അത് കോമഡി സിനിമകൾ, നമ്മൾ മിസ്സായിട്ടുള്ള മലയാളത്തിലെ ക്ലാസിക് ആയിട്ടുള്ള കോമഡി സിനിമകളെ കുറിച്ച് പരിചയപ്പെടാം നമുക്കിന്ന്. വീഡിയോയിലോട്ട് പോയാലോ? 1986 സിബിമലർ സംവിധാനത്തിൽ ശ്രീനിവാസന്റെ രചനയിൽ, എടുത്തു പറയേണ്ട ശ്രീനിവാസന്റെ രചനയിൽ മോഹൻലാൽ നായകനായിട്ട് അഭിനയിച്ച പടമാണ് ദൂരെ ദൂരെ ഒരു കൂടുകൂട്ടം. വളരെ സാമൂഹ്യ പ്രതിബദ്ധതയുള്ളൊരു പടമാണിത്. കാരണം സാമൂഹ്യ പ്രതിബദ്ധതയ്ക്കുള്ള നാഷണൽ അവാർഡ് മേടിച്ച സിനിമയാണ്. ശ്രീനിവാസന്റെ പദങ്ങളെക്കുറിച്ച് നമ്മൾ പറയേണ്ട കാര്യമില്ലല്ലോ. വളരെ മികച്ചു നിൽക്കുന്ന ഒരു തിരക്കഥയും അതിനകത്ത് സാമൂഹികമായിട്ട് കുറേ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നൊരു സിനിമയാണ്. അതായത് ഒരു 10ാം ക്ലാസ്സും ഗുസ്തിയുള്ള ഒരാൾ കള്ള സർട്ടിഫിക്കറ്റിന്റെ പുറത്തിൽ ഒരു അധ്യാപകനായി പോയി ചേരുന്നതാണ് ആ സിനിമയുടെ ഇതിവൃത്തം എന്ന് പറയുന്നത്. മോഹൻലാൽ അതിഗംഭീരമായിട്ട് ഈ പടത്തിൽ അഭിനയിച്ചിട്ടുണ്ട്. ഈ പടം ഇന്നും നമുക്ക് ബോറടിക്കാതെ രീതിയിൽ കാണാൻ പറ്റുന്ന ഒരു പടമാണ്. നിങ്ങളത് മിസ് ചെയ്യരുത്. 1988 ഡെന്നീസ് ജോസഫിന്റെ സംവിധാനത്തിൽ മമ്മൂട്ടി നായകനായിട്ട് അഭിനയിച്ച പടമാണ് മനുവെങ്കിൽ. വളരെ ഇപ്പോഴും എല്ലാവരും ഈ പടം ഒരുപാട് ഓൾറെഡി എല്ലാവരും കണ്ടു കാണുന്നതാണ്. എന്നാലും മിസ്സായവർക്ക് വേണ്ടിയാണ് ഈ പടം പറയുന്നത്. വളരെ രസകരമായിട്ട് എടുത്തിരിക്കുന്ന വളരെ മികച്ചൊരു സിനിമയാണിത്. അതായത് ഒരു വാനനിരീക്ഷകനായിട്ടാണ് മമ്മൂട്ടി ഈ പടത്തെ അഭിനയിച്ചിരിക്കുന്നത്. മമ്മൂട്ടി ഭയങ്കര സയന്റിസ്റ്റ് ആകണമെന്ന് പറഞ്ഞ് നടക്കുന്ന ആളാണ്. അപ്പോൾ അദ്ദേഹത്തിന് ഒരു സിഗ്നൽ മൂടെ വരുന്ന ഒരു വിവരം അദ്ദേഹത്തിന്റെ ജീവിതത്തിനെ എങ്ങനെ മാറ്റിമറിച്ചു എന്നുള്ളതാണ് ഈ സിനിമയുടെ ഇതിവൃത്തം എന്ന് പറയുന്നത്. ഈ പടത്തിന്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ 2020 ആദ്യമായിട്ട് മമ്മൂട്ടി മോഹൻലാലും സുരേഷ് ഗോപി ഒന്നിച്ച് അഭിനയിച്ചതെന്നാണ് എല്ലാവരും വിചാരിച്ചിരിക്കുന്നത്. പക്ഷെ അല്ല, മനുവെങ്കിളിലാണ്. ഇവർ 3 പേരും മനുവെങ്കിളുണ്ട്. മമ്മൂട്ടിയുണ്ട്, മോഹൻലാലും ഉണ്ട്, സുരേഷ് ഗോപിയും ഉണ്ട്. ഈ സുരേഷ് ഗോപിയും മോഹൻലാലും ഗസ്റ്റ് റോളുകളാണ്. എന്നാലും സുരേഷ് ഗോപിയുടെ റോൾ ഇത്തിരി രസമുള്ള റോളാണ്. സുരേഷ് ഗോപി അടിപൊളിയായിട്ട് തമാശ ചെയ്തിട്ടുണ്ട്. ഈ പടം ഒരിക്കലും നിങ്ങൾ മിസ് ചെയ്യരുത്. ഈ കോമഡി, ഹാസ്യം എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ മനസ്സിലേക്ക് ഓടി വരുന്ന കുറേ കഥാപാത്രങ്ങളുണ്ട്. ആ കഥാപാത്രങ്ങളുടെ രാജാക്കന്മാരാണ് പപ്പു, മാള, ജഗതി, അല്ലേ? അവർ ഹാസ്യ സമ്രാട്ടുകൾ തന്നെയാണ്. എന്നാൽ ഇവർ 3 പേര് നായകന്മാരായിട്ട് അഭിനയിച്ച ഒരു സിനിമയുണ്ട്, ലൂസ് ലൂസ് അരപ്പിരി ലൂസ്. 1988 തന്നെ വന്നിട്ടുള്ള വളരെ അടിപൊളി ഒരു സിനിമയാണിത്. അതായത് 3 പേരും പോലീസാകാൻ വേണ്ടി പരിശ്രമിക്കുന്ന, എന്നാൽ ഇവർക്ക് അതിനുള്ള കഴിവുകളൊന്നും തന്നെ ഇല്ല. എന്നാൽ ഇവർ പോലീസ് ആകുകയും ചെയ്യുന്നുണ്ട്. അതിനുശേഷം ഉണ്ടാകുന്ന കഥയാണ്. ഈ പടത്തിന്റെ പേര് ലൂസ് ലൂസ് അരപ്പിരി ലൂസ് എന്നാണ്. എന്നാൽ ഈ പടത്തിന് പപ്പുമാള ജഗതി എന്നുള്ളൊരു പേര് കൂടെ ഉണ്ട്. വളരെ അതിഗംഭീരമായിട്ടുള്ള കോമഡി ഫിലിമാണ്. നമുക്ക് ഇപ്പോഴും ഒരു തുള്ളി പോലും ബോറടിക്കത്തില്ല. നിങ്ങൾ കണ്ടു നോക്കി ഈ പടം. 1986 പ്രിയദർശൻ സംവിധാനത്തിൽ മണിയമ്പിള്ള രാജു നായകനായിട്ട് അഭിനയ പടമാണ് ദിം തരികിടതോ. ഈ പടത്തിൽ മോഹൻലാലായിരുന്നു നായകനായിട്ട് അഭിനയിക്കേണ്ടിരുന്നത്. അദ്ദേഹത്തിന്റെ ഡേറ്റ് കാരണം ഈ പടത്തിൽ മണിയമ്പിള്ള രാജുവിനെ കൊണ്ടുവരായിരുന്നു. പക്ഷേ മണിയമ്പിള്ള രാജു വന്നെന്ന് പറഞ്ഞ് ഈ പടത്തിൽ യാതൊരു പ്രശ്നവുമില്ല. ഫുൾ ആൻഡ് ഫുള്ള് തമാശ എന്ന് പറഞ്ഞാൽ തമാശയുടെ ഒരു ആറാട്ട് തന്നെയാണ് ഈ പടം എന്ന് പറയുന്നത്. ഭയങ്കര രസകരമായിട്ടാണ് ഈ പടം മുന്നോട്ട് പോകുന്നത്. അതായത് ഒരു ബാങ്ക് ജീവനക്കാരനായിട്ടുള്ള നായകൻ ഒരു ഒരു നായികയെ കാണുന്ന, നായിക നാടകത്തിലാണ് വർക്ക് ചെയ്യുന്നത്. അവളെ ഇമ്പ്രസ് ചെയ്യാൻ വേണ്ടി നാടകത്തിൽ പോയി ചേരുന്നതും പിന്നീട് അത് റൗണ്ട് അടിച്ച ആ കഥ എങ്ങനെയൊക്കെ പോകുന്നുള്ളത് ഈ പടം കണ്ടാൽ മാത്രമേ മനസ്സിലാകത്തുള്ളൂ. ഈ പടത്തിലെ ചെറിയൊരു പോർഷൻ എന്ന് പറയുന്നത് ഗജനിയായിട്ട് വരെ സാമ്യമുണ്ട്. അതായത് മറ്റേ അസിനും മറ്റേ മറ്റേ പഴയ സൂര്യയുടെ കഥാപാത്രവും തമ്മിലുള്ള ഒരു മാച്ചിങ് ഒക്കെ വരത്തില്ല. ആ കഥയായിട്ടൊക്കെ ഭയങ്കര സാമ്യമുണ്ട്. ഈ പടം ഒരിക്കലും നിങ്ങൾ മിസ് ചെയ്യാനേ പാടില്ല. ദിം തരികിടതോ. നമ്മൾ എല്ലാ ദിവസവും ഒരു സ്പെഷ്യൽ മെൻഷൻ പറയാറുണ്ട്. അത് നസീർ സാറിന്റെ പേര് തന്നെയാണ് ഞാൻ 3 ദിവസമായിട്ടും പറഞ്ഞത്. ഈ പ്രാവശ്യം അത് തന്നെയാണ് പറയുന്നത്. നസീർ സാറിന്റെ പേര് തന്നെയാണ് പറയുന്നത്. നസീർ സാറിനെ മാറ്റി നിർത്തിയൊരു ജോണറേ ഇല്ല. നസീർ സാറിന്റെ പടം തന്നെയാണ് ഇപ്പോഴും പറയാൻ പോണത്. പ്രിയദർശൻ സംവിധാനത്തിൽ 1986 വന്ന പടമാണ് അയൽവാസി ഒരു ദരിദ്രവാസി. ഈ പടത്തിന്റെ പേര് കേൾക്കുമ്പോൾ തന്നെ അറിയാം ഈ പടം എത്രമാത്രം ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള പടമായിരിക്കും എന്ന്. അതായത് അയൽവാസി ഒരു ദരിദ്രവാസി. നമ്മൾ പറയുന്നത് അയൽവാസി ഒരു ദരിദ്രവാസി എന്ന് പക്ക കോമഡി ആയിട്ട് എടുത്തിരിക്കുന്ന പടമാണ്. അതായത് പ്രേം നസീറും നെടുമുടി വേണു, ഇന്നസെന്റും എല്ലാവരും ഉണ്ട്. എല്ലാ കോമഡി പട്ടാളങ്ങളെല്ലാം ഉണ്ട്. ഈ പടം തീർച്ചയായിട്ടും കാണേണ്ട ഒരു പടമാണിത്.